ഇടയിൽ നിലകൊള്ളേണ്ടത്. അതല്ലാതെ അന്യപുരുഷന്റെ തന്റെ വയറ്റിലേക്ക് സഹോദരൻ ആരാന്നറിയാതെ, പെങ്ങളാരാന്നറിയാതെ പെങ്ങളുടെ ഉദരത്തിലേക്ക് കത്തി കയറ്റലല്ല. ഇവിടെ പോയി ആ പൈതൃക സ്നേഹമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ കാരുണ്യത്തോടു കൂടി ജീവിച്ച കാലമുണ്ടായിരുന്നു. പക്ഷെ എന്റെ പെങ്ങളെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേട്ടോ മുന്നോട്ടിറങ്ങിയ മുഹമ്മദ് അലി ജിന്നയെ പോലോത്ത, ഷൗക്കത്ത് അലി ജിന്നയെ പോലോത്ത, കമ്പുളം തങ്ങളെ പോലോത്ത, വെളിയങ്കോട് വാസിയെ പോലോത്ത ഒരുപാട് 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 ആളുകൾ, നേതാക്കന്മാർ ഇന്ത്യയുടെ മഹാഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേട്ടോ മുന്നിട്ടിറങ്ങിയപ്പോ ഹിന്ദു മതമുണ്ടായിരുന്നു, ക്രൈസ്തവ മതമുണ്ടായിരുന്നു, സിഖുണ്ടായിരുന്നു, ബുദ്ധമുണ്ടായിരുന്നു. എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ജീവിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യത്തില് എന്തേ പെങ്ങളെ, കാസർഗോഡിന്റെ മണ്ണിൽ എന്തിനാണ് ഒരു മുസ്ലിംകാരുടെ കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോ ഇവിടെ ഭാരതത്തിന്റെ പൈതൃകമാണ് നഷ്ടപ്പെട്ടത്, അത് ഇന്ത്യയുടെ പൈതൃകമാണ് നഷ്ടപ്പെട്ടത്, അത് ഈ സംസ്കാരത്തിന്റെ പൈതൃകമാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരോടും കാരുണ്യ, എല്ലാ ആളുകളോടും കാരുണ്യ, സ്നേഹത്തോടു കൂടി പെരുമാറലാണ് നമ്മുടെ ഇടയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരുണ്യം നമുക്ക് ഒരുപാട്, നമ്മുടെ സഹോദരനാകട്ടെ ആരുമായി കൊള്ളട്ടെ, അവരോട് ഒരുപാട് കാരുണ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അല്ലാഹു കാരുണ്യം ഇറക്കി തരുന്നതാണ്. ഇതല്ല മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, യഅലമു മൻ ഫിൽ അർദി വയർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുമേ, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ ഉറക്കെ സദിക്കേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അറിയുന്നത് ഇതാണ്. ഇന്നെ പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് ഫോൺ കടന്നു വന്ന ഈ നൂറ്റാണ്ട്, സ്മാർട്ട് ഫോണുകൾ അധികരിച്ചു വരുന്ന നൂറ്റാണ്ട്, ജനിച്ചു വീഴുന്ന ഒരു പെൺകുഞ്ഞാകട്ടെ അല്ലെങ്കിൽ ആൺകുഞ്ഞാകട്ടെ ആരുമായി കൊള്ളട്ടെ, അവര് വേണ്ടത് സ്മാർട്ട് ഫോൺ. 3 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടത് സ്മാർട്ട് ഫോൺ, 4 വയസ്സുള്ള കുഞ്ഞുമോന് വേണ്ടത് സ്മാർട്ട് ഫോൺ. ഇന്നെവിടെ പോയി ചോക്ലേറ്റിന്റെ കാലം, ഇന്നെവിടെ പോയി ഒരു 50 പൈസയുടെ മിഠായിക്ക് വേണ്ടിയിട്ട് ഉപ്പയോട് കെഞ്ചുന്ന ഓരോ കുഞ്ഞു കുഞ്ഞിനും നിന്ന് ജനിച്ചു വീഴുമ്പോഴേ സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കൊടുത്തിട്ട് മക്കളെ വഴിതെറ്റിക്കുന്നത് ഇന്ന് മാതാപിതാക്കള്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടില് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കോളേജുകൾ, അറബി കോളേജുകൾ, ദറസുകൾ ഒരുപാടുണ്ട്. അതിലേക്കൊന്നും നമ്മുടെ മക്കളെ നമ്മൾ വിടാറില്ല. ഇൽമാണ് നമുക്ക് വേണ്ടത്, ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടലല്ല. നമ്മുടെ മക്കളെ വഴിപിഴച്ചു കൊണ്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു കയറ് അഴിച്ചു വിട്ടതുപോലെ വിടാൻ പാടില്ല. നമ്മുടെ മക്കളെ നാം എങ്ങനെ വളർത്തണമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നാം പറഞ്ഞു വരുന്നത് ഇന്ന് സ്മാർട്ട് ഫോൺ, ഇന്നത്തെ യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി അങ്ങോട്ട് നോക്കുമ്പോ എല്ലാ ദിശയുടെ യാമങ്ങളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിലാണ്, ട്വിറ്ററിലാണ്, വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, ഇന്റർനെറ്റിന്റെ മാസ്മരികമായ ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന യുവാക്കളെയും യുവതികളെയും കണ്ടുവരുമ്പോ എവിടെ പോയി അന്യന്റെ വീട്ടില്, അതല്ലെങ്കിൽ തന്റെ അയൽവാസിയുടെ വീട്ടിന്റെ ഉള്ളിൽ കാണിക്കുന്ന ഒരു സുബൈറാകട്ടെ, റമേശനാകട്ടെ, ആരുമായി കൊള്ളട്ടെ, ജോസഫ് ആകട്ടെ, അവന് ക്യാൻസർ വന്നാൽ ഇവൻ അറിയുന്നത് തൊട്ടടുത്ത് വീട്ടിൽ ക്യാൻസർ ഉള്ള ഒരു സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. പക്ഷേ ഇവൻ അറിയുന്നത് വാട്സപ്പിലാണ്, ഇന്റർനെറ്റിലാണ്. ഇവർ അറിയുന്നത് തൊട്ടടുത്തുള്ളവന് രോഗമുണ്ടാകുന്ന പോലും അറിയാത്ത കാലഘട്ടമാണ് കടന്നു വരുന്നത്. അത് വാട്സപ്പിലൂടെ, അതെല്ലാം ഇന്റർനെറ്റിന്റെ മാസ്മരികമായ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇവിടെ പെങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തയില്ല, സഹോദരെ കുറിച്ചിട്ട് ചിന്തയില്ല. സ്വന്തം വീട്ടിലുണ്ടായിരിക്കുന്ന പെങ്ങൾ കണ്ടിട്ട് കുറെ കാലമായി. കാരണം എന്താ? ജോലിക്ക് പോകുമ്പോഴും സ്മാർട്ട് ഫോൺ, ജോലി
എല്ലാം ഇത് തന്നെയാണ് നടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ, എന്റെ പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചു നോക്കൂ. പന്നരുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് സമയമില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് സമയമില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടാൽ എനിക്ക് സമയമില്ല.